നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചിക്കൻ ബിരിയാണിയാണ്. കുക്കറിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്കൊരു മടിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുക്കറിൽ നമുക്ക് ചെയ്തെടുക്കാം ഈ ചിക്കൻ ബിരിയാണി. ശരിക്കും പറഞ്ഞാൽ എല്ലാം ബാക്കി ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും കട്ട് ചെയ്തൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം 10 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കുക്കർ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണാം. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 3 കപ്പ് ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം. ഇതിപ്പം 3 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 660 ഗ്രാം വന്നിട്ടുണ്ട്. അത് നല്ല ചൂടുവെള്ളത്തിൽ കഴുകി വെള്ളമെല്ലാം പോക്കി നന്നായിട്ട് വാർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ എല്ലോട് കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലില്ലാതെയുണ്ട്. മിക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 3 നല്ല വലിപ്പമുള്ള സവാള തന്നെയാണ് ഇങ്ങനെ നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞത്. 2 തക്കാളി, വലിയ തക്കാളിയാണ് എടുത്തത്, നീളത്തിൽ അരിഞ്ഞത്. ഇത് പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. ഞാനൊരു 4 ചെറിയ പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ഇത്ര വലിപ്പം വരുന്ന ഒരു ഇഞ്ചി, ഒരു 12 അല്ലി വെളുത്തുള്ളി, ഇതും എല്ലാം കൂടി ചേർത്തിട്ട് ചതച്ചു വെച്ചതാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട് ഇത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിൽ കുറച്ച് സ്പൈസസ് ചേർക്കുന്നുണ്ട്. ഒരു 4 ഗ്രാമ്പൂ, അതുപോലെ ചെറിയൊരു കഷ്ണം പട്ട, ഒരു 3 ഏലക്ക. പിന്നെ നമ്മൾ സ്പൈസസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബേ ലീഫോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും വേണം. ആവശ്യത്തിന് നെയ്യ്. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാൻ വേണം. അതുപോലെ തന്നെ റൈസിലേക്കും കുറച്ച് ഗീ എടുക്കുന്നുണ്ട്. പിന്നെ വറുത്തിടാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. അധിക സമയമൊന്നും വെക്കേണ്ട, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ആ സമയം കൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അരിയൊക്കെ ഒന്ന് കഴുകി എടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റിൻ്റെ ഒരു പകുതി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ പകുതി കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരും ഏകദേശം. അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ കുറച്ച് നാരങ്ങാനീര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചെടുത്തിട്ട് ഇതിലോട്ട് ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏതാണ്ട് 1 ടീസ്പൂണാണ് എടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇപ്പം എല്ലായിടത്തും ഒന്ന് പുരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ശരിക്കും ചെയ്യുന്ന സമയത്ത് ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അരിയൊക്കെ വാർത്തൊക്കെ വെച്ചതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകിയാൽ മതി. ആ ഒരു 10 മിനിറ്റ് ഇതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കർ സ്റ്റവിൽ വെച്ചു, ഒന്ന് ചൂടാക്കി. ഇതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊഴിച്ചു. അതുപോലെ തന്നെ ഗീ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ നമ്മൾ സവാള ഒന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഏതാണ്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി വരണം.
2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലോട്ട് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത്രയും ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെ ആ ഒരു ഒന്ന് മൂത്ത് വരണം എല്ലാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മുടെ ചേർത്തിട്ടുള്ള പൊടികളും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് വഴറ്റി തക്കാളി കൂടി ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇട്ടൊന്നും കൂടി മിക്സ് ചെയ്യാണ്. ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ മിക്സ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ റൈസും നമ്മളെ മസാലയെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരണം. ഇതെല്ലാം ഇപ്പം ഞാൻ ഫ്ലെയിം എല്ലാം കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഇതിപ്പോൾ റൈസും അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. വെള്ളം 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള ഒരു അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ 4.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുകയാണ്. ഫ്ലെയിം കൂട്ടി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിള വന്ന് തുടങ്ങണം. ഇതിപ്പോൾ ഏതാണ്ട് ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം നമുക്ക് ബിരിയാണിക്ക് ഇനി ആവശ്യമായിട്ടുള്ള നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കനിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു നമ്മുടെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയാൽ മതി. ആ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് എത്രയാണ്, വെള്ളത്തിന് ഉപ്പ് പിടിച്ചിട്ടുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ആ ശരിക്കും വേണ്ടതെന്ന് ഒരിത്തിരി കുറച്ചൊരു മുന്നിലായിട്ട് ഉപ്പ് നിൽക്കുന്നതാണ് ശരിക്കുള്ള അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള നാരങ്ങ നീര്, പിന്നെ കുറച്ച് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ അളവൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ചേർത്താൽ മതി. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ അടച്ചു വെക്കാൻ പോവാണ്. അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. ഹൈ ഫ്ലെയിമിൽ ഒരു ആവി പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇടാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരണം. ആ 1 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ആ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ കൂടി വരണം. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഇത് വെന്ത് കിട്ടും. അഥവാ വിസിൽ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് സമയം നോക്കിയിട്ട് ഒരു 8 മിനിറ്റ് മാക്സിമം അത്രേ എടുക്കുള്ളൂ. അപ്പം ഞാനിതിപ്പോൾ അടച്ചു വെക്കാൻ പോവാണ്. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലായിട്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ മീഡിയത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. ഇനി ഈ ഒരു ആവി മൊത്തം പോയി കഴിയുമ്പോഴാണ് ഇത് കൃത്യമായിട്ട് ആവുക. ആ സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാൻ വേണ്ടി ഞാനൊരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം നെയ്യുണ്ട്. അത് ഒഴിച്ചു. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ ആവി പോയി കഴിഞ്ഞിട്ട് ഇത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ വെയിറ്റ് എടുക്കാൻ പോവാണ്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയില, പുതിനയിലയും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചോറ് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി വേറൊരു ഡിഷിലോട്ട് ഇത് മാറ്റാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല സ്മെല്ലാണ് ചിക്കൻ്റെയും അതുപോലെ തന്നെ മസാലയുടെ എല്ലാം കൂടി സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ കുക്കറിലാണല്ലോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ അതിൻ്റെ റൈസിലൊക്കെ മസാല ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.